ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ഉച്ചയൂൺ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അവിയൽ, കൂന്തൽ ഫ്രൈ, അതുപോലെ തന്നെ മത്തിക്കറി, അതുപോലെ ചരങ്ങ, പപ്പടം, ചമ്മന്തിയൊക്കെ ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോറൊക്കെ കുക്കായി വന്നിട്ട് പിന്നെ നമ്മൾ അടുപ്പത്ത് തന്നെ ചിരങ്ങ ചെറുതായി നുറുക്കിയിട്ട് പച്ചമുളകും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ചൊരു കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കുക്കാവാൻ വെക്കും. അത് കുക്കായി വന്നിട്ട് പിന്നെ ജസ്റ്റ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമ്മളത് കടുകറുത്തല കറി ഇവിടെ സെറ്റായി. അപ്പോൾ നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് അതിലേക്ക് മാച്ചായിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഞാൻ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായ, അതുപോലെ തന്നെ ചിരങ്ങൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് മഞ്ഞൾ, തൈര്, ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സായി കണ്ട് അടുപ്പത്ത് വെക്കുക. അത് ചമ്മന്തിക്കുള്ളതാണ്. മാങ്ങ, ഉപ്പ്, അതുപോലെ തന്നെ ചെറിയ മുളക്, അതുപോലെ കുറച്ചൊരു ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ഇറക്കി കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അത് സെറ്റായി. പിന്നെ ഇത് അവിയലിക്കുള്ള തേങ്ങയാണ്. അതിലേക്ക് ചെറിയ ജീരകം, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ചതച്ചെടുത്തിട്ട് നമ്മളിത് കുക്കായി വരുന്ന സമയത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മളിന്ന് ഫിഷ് ഉള്ളത് കൂന്തളും അതുപോലെ തന്നെ മത്തിയായിരുന്നു വാങ്ങിച്ചിട്ടുള്ളതിന്. അപ്പോൾ നമ്മൾ കൂന്തൽ ഫ്രൈ ആക്കുകയാണ്. മത്തി അതുപോലെ തന്നെ കുറച്ചൊരു ഗ്രേവിയൊക്കെ ഉള്ള ടൈപ്പിൽ കുരുമുളക് അതുപോലെ തന്നെ മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം ആക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചോറിന് കുറച്ച് പപ്പടം പൊരിച്ചു. എന്നിട്ട് പപ്പടം പൊരിച്ച ഓയിലിൽ തന്നെ നമ്മൾ കൂന്തൽ ജസ്റ്റ് ഉപ്പും മഞ്ഞളും മുളകും പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അത് അതിലിട്ട് പൊരിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ വലിയുള്ളി, തക്കാളി, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ചൊരു ഫിഷ് മസാല ഇട്ട് കുറച്ചൊരു കുരുമുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ആ ഒരു കൂട്ട് തയ്യാറാക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഫ്രൈ ആക്കി വെച്ച് കൂന്തലിടുക. അത്രക്കുള്ളത്. എന്നിട്ട് നമ്മൾ വറ്റിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി, അതുപോലെ തന്നെ തക്കാളി, കറിവേപ്പില, പിന്നെ ഈ ഇഞ്ചിയൊക്കെ ചതച്ചത് അതാട്ടോ ആഡ് ചെയ്യണത്. അതിലേക്ക് പൊടിയായിട്ട് കുരുമുളകും പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്യണുള്ളൂ. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മത്തി കുക്കാവോളം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം.